Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ടൈം ടേബിൾ ഡിസ്കഷൻ ആണ് കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ സേ ബാച്ചും അതുപോലെ തന്നെ +2 ബാച്ചിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെയിനായിട്ട് സേ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടും ബേസ് അറിയാത്ത സ്റ്റുഡൻസിന് പോലും ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് മാത്രമല്ല, ബേസ് അറിയില്ല അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തൊട്ട് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വെറീഡായിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ, അവർക്ക് പോലും 100% പാസ് ഗ്യാരൻറ്റിയോടുകൂടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 6 സബ്ജക്ട്സ് ആണ്. അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, മലയാളം, ഇംഗ്ലീഷ്. ഈ 6 സബ്ജക്റ്റിലും എല്ലാ കൺസെപ്റ്റും വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ എല്ലാത്തിനും ക്വിക്ക് റിവിഷൻ മെറ്റീരിയൽസ് ഒക്കെ വെച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ഏത് സമയത്ത് വേണമെങ്കിലും ചോദിക്കാനും, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ടോപ്പിക് മനസ്സിലായാൽ മാത്രമേ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയും കൂടെ ചെയ്യത്തുള്ളൂ. സോ അത്രയും എഫക്റ്റീവായിട്ടും 100% പാസ് ഗ്യാരൻറ്റിയും നമ്മുടെ ഈ സേ ബാച്ചിൽ അവൈലബിൾ ആണ്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് നമ്പർ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7012787895. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ടൈം ടേബിൾ ആണ് കേട്ടോ. ഒരു ദിവസം തന്നെ 2 എക്സാംസ് ഒക്കെയാണ് മോസ്റ്റ് ഓഫ് ദം കണ്ടീഷൻസിലും വരുന്നത്. സോ ഞങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ഇട്ട് പഠിക്കുന്നു അത് അത്രത്തോളം യൂസ് ആവുന്ന കണ്ടീഷനാണ്. അതായത് നമുക്ക് നോർമലി 1 എക്സാം ആകുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 2 എക്സാമൊക്കെ ഒരു ദിവസം വരുന്നുണ്ട്. സോ അതിനനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമല്ല, നമുക്ക് ഓൾറെഡി ഒരു എക്സാം കഴിഞ്ഞതാണ് മാർച്ചിൽ. അപ്പോൾ അതിനെ വെച്ച് കുറച്ചും കൂടി നല്ല ഡിഫിക്കൽട്ട് ലെവലിലായിരിക്കും നമ്മുടെ ജൂണിൽ നടക്കാൻ പോകുന്ന എക്സാംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 29/6/2026 ഫോർനൂൺ പാർട്ട് 2 ലാംഗ്വേജസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അതായത് നമ്മൾ പാർട്ട് 2 ലാംഗ്വേജസിൽ ഹിന്ദി, മലയാളം, അറബിക്, അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നത് 29/6/2026 ഫോർനൂണിലാണ്. ഇനി ദെൻ 29/6/2026 ആഫ്റ്റർനൂൺ കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഓക്കെ, അതായത് കൊമേഴ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവും 29-ാം തീയതി ആഫ്റ്റർനൂൺ. സയൻസുകാർക്കാണെങ്കിൽ കെമിസ്ട്രി ആണ്, അതേ സ്ഥാനത്ത് ഹ്യൂമാനിറ്റീസുകാർക്കാണെങ്കിൽ ഹിസ്റ്ററി ആണ് കേട്ടോ. ദെൻ 30/6/2026 ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് കുറേ സ്റ്റുഡൻസ് ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ സേ എഴുതാനൊക്കെ പോകുന്നുണ്ട്. സോ നന്നായിട്ട് പഠിച്ച് എഴുതണം കേട്ടോ. അല്ലാതെ നോർമൽ പോലെ, അതായത് മാർച്ചിൽ കഴിഞ്ഞ പോലെ ഈസി ആയിട്ടായിരിക്കില്ല നിങ്ങളുടെ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ 30/6/2026 ആഫ്റ്റർനൂൺ ജോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി. ഓക്കെ, അപ്പോൾ ജോഗ്രഫി എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റി സ്ട്രീമാണ്, അക്കൗണ്ടൻസി എന്ന് പറയുന്നത് നമ്മുടെ കൊമേഴ്സ് സ്ട്രീമാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യണം. ദെൻ 1/7/2026 ആഫ്റ്റർനൂൺ ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സാൻസ്ക്രിറ്റ്, സാഹിത്യ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും ഈ ഒരു ഇതിൽ വരുന്നത് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ആകെ 1-ാം തീയതി കുറച്ച് എക്സാംസ് മാത്രമേ ഉള്ളൂ, അതായത് ആഫ്റ്റർനൂൺ മാത്രമേ എക്സാംസ് ഉള്ളൂ, അല്ലാതെ നമുക്ക് ഫോർനൂൺ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കണം, കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കുന്ന എക്സാം ആയിരിക്കും ഇത്. അതുകൊണ്ടാണ് ഒരു ദിവസം ഒരു എക്സാം മാത്രം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ 2/7/2026 ഫോർനൂൺ ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി. അപ്പോൾ സയൻസ് സ്റ്റുഡൻസിന് മാത്രമാണ് ഫിസിക്സ് ഉണ്ടാവുക. സോഷ്യോളജി എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റി സ്ട്രീമാണ് കേട്ടോ. ദെൻ 2/7/2026 ആഫ്റ്റർനൂൺ എക്കണോമിക്സ്, ഇലക്ട്രോണിക്സ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് അതായത് കൊമേഴ്സ് സ്ട്രീം ആണെങ്കിൽ എക്കണോമിക്സ് ഉണ്ടാവും, അത് നന്നായിട്ട് പഠിക്കാം. ദെൻ 3/7/2026 ഫോർനൂൺ മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, സാൻസ്ക്രിറ്റ്, ശാസ്ത്രം, സൈക്കോളജി. ഓക്കെ, ദെൻ 3/7/2026 ആഫ്റ്റർനൂൺ ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സാംസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുന്ന സ്റ്റുഡൻസിന് ഡൗട്ട്, ഈ ഫോർനൂൺ ആഫ്റ്റർനൂൺ കൺഫ്യൂഷൻ വരാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. എ എന്ന് വെച്ചാൽ ആഫ്റ്റർനൂൺ ആണ്, അതായത് ഉച്ച കഴിഞ്ഞുള്ള എക്സാം ആണ് എ എന്ന് പറയുന്നത്. എഫ് എന്ന് വെച്ചാൽ ഫോർനൂൺ ആണ്, അഥവാ നമ്മുടെ രാവിലെ ആയിരിക്കും എക്സാംസ് നടക്കുന്നുണ്ടാവുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.